പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഫെബ്രുവരി മാസം 15-ാം തീയതി ഞായറാഴ്ച, വലിയ നോമ്പ് ആരംഭിക്കുന്ന ദിവസം. കർത്താവെ, ഏറ്റവും ഒരുക്കത്തോടുകൂടെ ഈ ദിവസം അവിടത്തോട് ചേർന്നായിരിക്കാൻ, നോമ്പിനു വേണ്ടി ഏറ്റവും നന്നായിട്ട് ഒരുങ്ങാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലൂക്കാ സുവിശേഷം 4-ാം അധ്യായം 2-ാം വചനം ധ്യാനിക്കാം. അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം അവിടെ കഴിഞ്ഞുകൂടി. മരുഭൂമിയിലെ പ്രാർത്ഥനാ വേളയിൽ ആവശ്യമെന്നും അത്യാവശ്യമെന്നും തോന്നിപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞും കാണിച്ചുമാണ് പിശാച് യേശുവിനെ പ്രലോഭിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യങ്ങളെന്ന് നമ്മൾ കരുതുന്ന പല കാര്യങ്ങളും ദൈവദൃഷ്ടിയിൽ ആവശ്യങ്ങളായിരിക്കില്ല. ദൈവഹിതം തിരിച്ചറിയുവാൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൂടിയേ തീരൂ. കർത്താവെ, അങ്ങേ ഹിതപ്രകാരമല്ലാത്ത ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ ഇടവരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ല നോമ്പുകാലം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടാകട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.